കത്തോലിക്ക സഭയുടെ അനുശാസനങ്ങളെ തിരുത്താതെ അജപാലനപരമായി കൂടുതൽ ഉദാരത പുലർത്തി സന്തുലിതമായി സഭയെ നയിച്ച വ്യക്തിയാണ് പോപ്പ് ഫ്രാൻസിസ്. ലളിത ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മാർപ്പാപ്പ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. സ്വർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിച്ച മനുഷ്യസ്നേഹി. വത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസം, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തി. കത്തോലിക്ക സഭയുടെ തന്ത്രപ്രധാനമായ വിഭാഗങ്ങളുടെ സമിതികളിൽ സ്ത്രീകളെ നിയമിച്ച പോപ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. യുദ്ധ ഇരകൾക്കായി നിലകൊണ്ട വലിയ ഇടയൻ. ജോർഹെ മാരിയോ ബെർഗോളിയോ എന്ന പുരോഹിതനിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസിലേക്കുള്ള പരിണാമം നിലപാടുകളുടേത് കൂടിയായിരുന്നു. ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന ബെർഗോളിയോയ്ക്ക് സ്വർഗാനുരാഗികളോടും ട്രാൻസ്ജെൻഡറുകളോടും മയമില്ലാത്ത നിലപാടായിരുന്നു. എന്നാൽ ബിഷപ്പ് ബെർഗോളിയോ പോപ്പ് ഫ്രാൻസിസ് ആയി മാറിയപ്പോൾ ലൈംഗിക സ്വത്വത്തിന്റെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടരുതെന്നും അവരെ കുറ്റം വിധിക്കരുതെന്നുമുള്ള നിലപാടിലേക്ക് എത്തി. അർജന്റീനയിൽ സ്വർഗാനുരാഗം നിയമവിധേയമാക്കുന്നതിനെ പരസ്യമായി എതിർത്ത ആർച്ച് ബിഷപ്പ് ബെർഗോളിയോ പോപ്പ് ഫ്രാൻസിസ് ആയപ്പോൾ സ്വർഗ വിവാഹങ്ങളെ ആശീർവദിക്കാനുള്ള അനുവാദവും നൽകി. 2013 ജൂലൈ 28 ബ്രസീലിൽ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയ വിമാനത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് സ്വർഗാനുരാഗികളെ സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. സ്വർഗാനുരാഗിയായ ഒരാൾ ദൈവത്തെ തേടുന്നുവെങ്കിൽ ഞാൻ ആരാണ് വിധിക്കാൻ? ആരും അതിന്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെടരുത്, അവരെയും സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്നായിരുന്നു ലോക മാധ്യമങ്ങളിൽ തലക്കെട്ട് തീർത്ത പോപ്പ് ഫ്രാൻസിസിന്റെ വാക്കുകൾ.